ഫാബ്രിക് നല്ല സോഫ്റ്റ് സെമി ടെസ് സിൽക്ക് ആണ്. നല്ല പാറ്റേണിൽ പേൾ ക്രീമിലാണ് സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു ഓർണമെന്റായിട്ട് ഡ്രേപ്പ് ചെയ്യും, അതല്ലാതെ എടുക്കാവുന്ന നല്ല സാരിയാണ്. ആ ഒരു ഡിസൈൻസ് ഒരു ബ്രഷ് സ്ട്രോക്ക് പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വർക്കിലാണ് വന്നിരിക്കുന്നത്. അത് കൂടാതെ ബോർഡർ വരുമ്പോഴും അതേ ചെയിൻ സ്റ്റിച്ച് വർക്കും അതിൽ സ്മോൾ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോർഡറിന്റെ എഡ്ജിൽ വരുമ്പോൾ. ഫുൾ സാരി ഈ ഒരു ലുക്കിലാണ്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ സാരി ആട്ടോ. ഇതായിരിക്കും ഫുൾ ആ ഒരു പാറ്റേൺ വരിക. ഫ്ലോറൽ ഡിസൈൻസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. പല്ല് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. അതിലാണ് ആ ഒരു ചെയിൻ സ്റ്റിച്ച് പേൾ ക്രീമിന്റെ ത്രെഡ് വെച്ചിട്ടായിരിക്കും ആ ചെയിൻ സ്റ്റിച്ച് വർക്ക് വരിക. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക്. ആ ഒരു എഡ്ജിൽ വരുമ്പോൾ ചെയിൻ സ്റ്റിച്ച് വർക്ക് വന്നിട്ട് അതിലൊരു സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. പല്ല് കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. ആ ഒരു പേൾ ക്രീം ബേസിൽ നല്ല മൾട്ടി കളറിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയിൽ. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസ് വരുന്നത് ഈ ഒരു പേൾ ക്രീമിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. സെമി ബനാറസി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. ഞാനിപ്പോൾ എടുത്ത് കാണിക്കുമ്പോൾ തന്നെ അറിയാലോ, നല്ല ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്. ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കാണ്. നമ്മളൊരു മീനാകാരി വർക്കിനോടെല്ലാം ഒരു ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. നല്ലൊരു ഡീപ്പ് കോൺട്രാസ്റ്റ് ബ്ലാക്ക് വിത്ത് നല്ലൊരു അരക്ക് റെഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ സെറി വുവൺ പാറ്റേണിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. വിത്ത് ബ്രൊക്കേഡ് വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം സാരി. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെയാ വരിക. ആ ഒരു ബ്രൊക്കേഡിലുള്ള ഒരു ലഹരിയ പാറ്റേണിൽ ഡയഗണൽ ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ നല്ലൊരു കോമ്പിനേഷനിലാണ്. ഒരു പീക്കോ ഗ്രീൻ ആൻഡ് കോപ്പർ സെറിയിലാണ് ആ ഒരു വീവ് വരുന്നത് സാരിയിൽ. ഒരു ഇക്കത്തിന്റെ എല്ലാം ആ ഒരു പാറ്റേണിൽ കോൺട്രാസ്റ്റ് ബോർഡർ ഇതാണ് കേട്ടോ. ഒരു റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും. വീവ് വരുന്നത് ഇത് സാരിയുടെ റിവേഴ്സ് സൈഡാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. സെയിം അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും ഫുൾ ബോഡി വരുന്നത്. ബീഡ്സ് വരുമ്പോൾ നല്ല ഒതുങ്ങി നിൽക്കുന്ന പാറ്റേണിലാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. വിത്ത് ബ്രൊക്കേഡ് ബ്ലൗസ്. ഈ ഒരു മുന്താണി വരുന്നുണ്ടല്ലോ, ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്ന ലാവൻഡർ ആണ്. ആ ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ലാവൻഡർ വിത്ത് പേൾ ക്രീം ആണ്. സെയിം അതേ ആ ഒരു എംബ്രോയിഡറി വർക്ക്, സിമ്പിൾ ബോർഡർ ആൻഡ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. പ്യുവർ മഡ്ക ടെസ് സിൽക്കിൽ നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ പിസ്സ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. നല്ല കളറാണ്. രണ്ട് കളറും നല്ല കളറാട്ടോ. കഴിഞ്ഞ സാരി ഞാൻ കാണിച്ചത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു. ഇത് വരുന്നത് ഗ്രീനിന്റെ തന്നെ പിസ്ത ഗ്രീൻ ആണ് സാരി വരുന്നത്. നല്ല സോഫ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതും ആ കോയിൻ വീവിൽ തന്നെയാണ് ബോഡി കംപ്ലീറ്റ് വന്നിട്ട് പ്യുവർ മഡ്ക ടെസറിൽ ആ ഒരു ഓർഗൻസ ഫാബ്രിക്കിലായിരിക്കും കോയിൻ വുവൺ പാറ്റേൺ വരുന്നത് സാരിയിൽ. അതും ആ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫുൾ ആ ഒരു ലൈൻ പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഒരു സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ആ ഒരു പിസ്ത ഗ്രീൻ ടോണിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഇതാണ് ആ ഒരു ഓവറോൾ ലുക്ക് വരിക സാരി. സെയിം അതേ പാറ്റേൺ എല്ലാം സെയിം തന്നെ. ബോഡി വരുന്ന പ്യുവർ മഡ്ക ടെസറിൽ ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ട് ഒരു കോയിൻ വുവൺ പാറ്റേണിലായിരിക്കും ഓർഗൻസയിൽ ഈ ഒരു ഡിസൈൻസ് വരുന്നത്. ഇതാണ് പാറ്റേൺ വരിക. ഇത് വീവ് ആട്ടോ. ഇന്നർ വീവിംഗ് പാറ്റേണിലാണ് ഈ ഒരു കോയിൻ വരുന്നത്. ഓർഗൻസ ഫാബ്രിക്കിന്റെ മിഡിലായിട്ടാണ് ആ ഒരു കോയിൻ വരുന്നത്. മുന്താണി സെയിം അതേ സ്റ്റൈലിൽ തന്നെ നല്ല റിച്ച് ലുക്കിലാണ് സാരിയിൽ ആ പല്ലുവിൽ ഒരു വുവൺ പാറ്റേൺസ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. സോഫ്റ്റ് ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെ വരിക. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പ്യുവർ സോഫ്റ്റ് മഡ്ക ടെസർ സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു മഡ്കയിൽ തന്നെയുള്ള ബ്ലൗസ് വന്നിട്ട് ആ ഒരു സ്ലീവിന്റെ പോർഷൻ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഓർഗൻസയിലുള്ള കോയിൻ വീവിലായിരിക്കും ബ്ലൗസിന്റെ എഡ്ജ് വരുന്നത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാം സൈറ്റിൽ. നെക്സ്റ്റ് സാരി ആ പേൾ ക്രീം തന്നെ, കേരള ക്രീം തന്നെ സാരി വന്നിരിക്കുന്നത്. വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് വരുന്ന നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിലാണ്. ഇതിൽ ഈ ഒരു യെല്ലോ ബ്ലൗസ്, മസ്റ്റേർഡ് യെല്ലോ ബ്ലൗസ് ഒക്കെ ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ. നല്ല വർക്കിലുമാണ് സാരി വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് വർക്കാണ് സാരി വന്നിരിക്കുന്നത്. സിമ്പിൾ ബോർഡറാണ്. അപ്പോഷൻ വരുന്ന സിമ്പിൾ ബോർഡർ വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. അതൊരു ബ്രൗണിലാണ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ഒരു ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ ബ്രൗൺ ആ ഒരു ടോണിൽ ഫ്ലോറൽ ഡിസൈൻസും ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. ഈ ഒരു കളറിലെ ബ്ലൗസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അതേ അപ്പർ ബോർഡറിൽ തന്നെയുള്ള ഒരു സെറി വുവൺ സ്റ്റൈലിൽ ത്രെഡ് വീവിലും സെറിയിലുമാണ് ആ ബോർഡർ വരുന്നത്. ഡബിൾ ബോർഡർ സ്റ്റൈലിലായിരിക്കും ലോവർ ഏരിയ വരിക. ഇതായിരിക്കും പാറ്റേൺ വരിക. നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് എല്ലാം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരി. ഈ ഒരു യെല്ലോ ബ്ലൗസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി.
ബ്ലൗസ് വരുന്നത് പേൾ ക്രീമിൽ പ്ലെയിൻ വന്നിട്ട് അതേ ബോർഡർ, ആ ഒരു ത്രെഡ് വീവിലും സെറിയിലുള്ള ബോർഡർ ആണ് അപ്പർ പോർഷനിൽ വരുന്നത്. മുകൾ ഭാഗത്ത് വരുന്ന ബോർഡർ കണ്ടല്ലോ, ഈ ഒരു ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരിക. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബോഡി കളർ സെയിം തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ ഒരു ബ്രൊക്കേഡ് വീവിൽ തന്നെ ഡബിൾ സൈഡിലും ബ്രൗണിലായിരിക്കും ആ ഒരു ആന്റിക് ബനാറസി ആ ഒരു സ്റ്റൈലുള്ള ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് സാരി. ആ ഒരു ബ്രൗൺ ടോണിൽ തന്നെ ബ്രൊക്കേഡ് പല്ലു, സെയിം അതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. ഇത് വരുന്നത് ഗ്രീൻ വിത്ത് ആ ഒരു പേർപ്പിളിഷ് പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. സെയിം സ്റ്റൈൽ ബോഡി, മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ വയലറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിൽ നല്ലൊരു പിങ്ക് ആണ്. ഇതിനെല്ലാം നമുക്ക് സെൽഫ് കളറിൽ ആ ഒരു ബോഡി കളറിലെ ബ്ലൗസും ഡ്രീപ്പ് ചെയ്യാം. ഈ ഒരു കോമ്പിനേഷനിൽ ഇട്ടാലും നല്ലതായിരിക്കും. ഇതിനെല്ലാം പിങ്ക് ബ്ലൗസ് ഇട്ടാലും നല്ലൊരു ഓപ്ഷനാണ്. വയലറ്റ് നല്ല ടോണാണ്. സാരിയുടെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്, ഇൻസഫിഷ്യന്റ് ആയിരിക്കും. ഇതായിരിക്കും സാരിയുടെ ലുക്ക് വരിക. നല്ല ഫാബ്രിക് ആയിട്ട്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്, നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ്. വിത്ത് ബാന്തിനി പല്ലു, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും പേൾ ക്രീം തന്നെയാണ്. ഇത് ബോഡി പ്ലെയിൻ ആണ് വരുന്നത്. പ്ലെയിൻ വന്നിട്ട് നല്ല പാറ്റേണിൽ സാരിയിലെ ഒരു സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. ഈ ഒരു പാറ്റേൺ വന്നിട്ട് അതേ ലൈൻ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ മുന്താണിയും വരുന്നത്. സാരി ഫ്ലാഷി അല്ല കേട്ടോ, മാറ്റ് ഫീലാണ് സാരി വരുന്നത്. നമ്മൾ ഔട്ട്ഡോർ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊരു ഫ്ലാഷ് ആയിട്ട് തോന്നുന്നു. മാറ്റ് ഫീലിൽ വരുന്ന സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ മെറ്റീരിയൽ വരിക. അതേ ലൈൻ പാറ്റേൺ, സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള നല്ല പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഡബിൾ ലൈൻ പാറ്റേണിൽ തന്നെയാണ് നെക്സ്റ്റ് സാരിയും വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പേൾ ക്രീമിൽ നല്ലൊരു ടൊമാറ്റോ റെഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ, ഡബിൾ ലൈൻ പാറ്റേണിൽ തന്നെ വന്നിട്ട് പ്ലെയിൻ ബോഡി, ടൊമാറ്റോ റെഡിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നല്ലൊരു പെൻസിൽ ഗ്രേയിലുള്ള ഇക്കത്ത് ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. ഇത് ഗ്രേ ആണ് കോമ്പിനേഷൻ, പെൻസിൽ ഗ്രേ വിത്ത് പേൾ ക്രീം ആണ് കോമ്പിനേഷൻ. സെയിം ആ ഒരു എംബ്രോയിഡറി വർക്ക് ഫുൾ സാരി വരുന്നുണ്ട്. റണ്ണിങ് ആണ് ആ ഒരു മുന്താണിയും ബ്ലൗസും വരുന്നത്. ഈ സാരി നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും, ഗ്ലോസി ആയിട്ട് തോന്നും. അത്രയ്ക്ക് ഗ്ലോസി അല്ല സാരി കേട്ടോ. നെക്സ്റ്റ് കളർ റിവേഴ്സ് കോമ്പിനേഷൻ തന്നെ വരുന്നത്. ബോഡി വരുന്നത് പാരറ്റ് ഗ്രീൻ ആണ്. ബോർഡർ വരുന്നത് ഒരു മെറൂൺ ബ്ലെൻഡഡ് പേർപ്പിൾ ആണ് സാരിയുടെ ബോർഡർ വരുന്നത്. സെയിം സ്റ്റൈൽ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഫുൾ ബോഡി ചെക്ക് പാറ്റേണിൽ വന്നിട്ട് കോൺട്രാസ്റ്റ് ബോർഡർ ആൻഡ് പല്ലു. ഫാബ്രിക് യൂസ് പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. കാരണം സോഫ്റ്റ് ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വർക്ക് വെയർ ആയിട്ടും, ഓണം കഴിഞ്ഞാലും നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും വർക്ക് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. സെയിം സ്റ്റൈൽ ജാംദാനി വീവ് എല്ലാം സെയിം പാറ്റേണിൽ തന്നെ. ഇതിന്റെ കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ നല്ലൊരു പേർപ്പിളും പീച്ചിഷ് ബ്രൗണും കൂടിയാണ് സാരിയിൽ ആ വൂവൺ സ്റ്റൈലിൽ വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ജാമുൻ ടോൺ ആണ്. ഞാവൽപ്പഴത്തിന്റെ കളറാണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആന്റിക് ബനാറസി, ആ സർക്കുലർ മോട്ടീവ്സ്, 1 ഇഞ്ച് ബോർഡർ, ബ്രൊക്കേഡ് പല്ലു, സെയിം സ്റ്റൈൽ ബ്ലൗസ്. സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത്. ആ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഇതിലൊരു അക്വാ ഗ്രീൻ വരുന്നുണ്ട്. അക്വാ ഗ്രീനും ഒരു ഗ്രേഷ് ബ്ലൂമിലുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേൺ, ചെയിൻ സ്റ്റിച്ച് വർക്കാണ്. വൈറ്റ് ത്രെഡിന്റെ ചെയിൻ സ്റ്റിച്ച് വർക്കാണ് ഫുൾ സാരി വരുന്നത്. മുന്താണി സെയിം പാറ്റേൺ തന്നെ, അതേ ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു കാക്ടസ് ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. ഇതിൽ വൈറ്റ് ആണ്. വൈറ്റ് ത്രെഡിലായിരിക്കും ഒരു വെർട്ടിക്കൽ ഒരു വ്യൂ പാറ്റേൺസ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, ബ്ലൗസ്.